അനധികൃത സ്വത്ത് സമ്പാദന ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിലെ ഗൂഢാലോചന ADGP MR അജിത് കുമാറിന്റെ മൊഴി. PV അൻവറിന് വഴങ്ങാത്തത് ആരോപണങ്ങൾക്ക് കാരണമായെന്നും വിജിലൻസ് നൽകിയ മൊഴിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ച് PV അൻവറിനെ കണ്ടെന്നും അജിത് കുമാർ സമ്മതിക്കുന്നുണ്ട്. അതേസമയം വയർലെസ് സന്ദേശം ചോർന്നതിൽ യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയക്കെതിരെ നടപടിയെടുക്കാൻ MR അജിത് കുമാർ തയ്യാറായില്ലെന്ന് PV അൻവർ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ തെളിഞ്ഞെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. അദ്ദേഹം കേരളത്തിലെ RSSന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടാണ്. മലപ്പുറത്ത് സുജിത് ദാസ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായി നിന്നുകൊണ്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ നടത്തിയത്. അതൊന്നും ഈ പണമൊന്നും പോരാഞ്ഞിട്ടാണ് മരം മുറിച്ച് കൊണ്ടുപോയത്. ഈ വിഷയങ്ങൾ വസ്തുനിഷ്ഠ മാമി ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ പരാതി ഇപ്പോൾ അവസാനം പോലീസ് കമ്മീഷണർ തന്നെ IG തന്നെ പരാതി കൊടുത്തില്ലേ? പോലീസിൻ്റെ അന്വേഷണത്തിൽ ആദ്യം വീഴ്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിച്ച ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പം നടപടി ഉണ്ടായി. മാമി കേസ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. റിദാൻ ബാദിൽ കേസിൽ ഇവിടെ നിൽക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തിൽ ആ വഴിക്ക് ഈ പറയുന്ന SIT അന്വേഷിക്കാൻ പോയിട്ടില്ല. കേരളത്തിലെ പ്രതിപക്ഷം നിരവധി നാളുകളായി ഗൗരവത്തോടുകൂടി സർക്കാരിനെതിരായും പോലീസ് ഭരണത്തിനെതിരായും ഉന്നയിച്ചൊരാക്ഷേപമുണ്ട്. മുഖ്യമന്ത്രിയല്ല പോലീസ് ഭരിക്കുന്നത്, ഉപജാപക സംഘമാണ് എന്നാണ് പറഞ്ഞത്. ആ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ അടിവരയിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ജഡ്ജിമെൻറ്റ്. ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യ ശക്തിയാണ് എടുത്തതെന്നാണ് കോടതി ചോദിച്ചത്. കോടതിക്ക് ഉപജാപക സംഘമെന്ന് എന്നെ പോലെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കോടതി അദൃശ്യ ശക്തി എന്ന് പറയുന്നത്. ഇത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. മൗനത്തിൻ്റെ വാത്മീകത്തിൽ ഒളിക്കരുത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. റിനു, ഈ പറഞ്ഞതുപോലെ MR അജിത് കുമാറിന് അനുകൂലമായ വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മൊഴിപ്പകർപ്പ് പുറത്തു വരുന്നത്. അതിൽ MR അജിത് കുമാർ PV അൻവർ കൂടിക്കാഴ്ച MR അജിത് കുമാർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ മൊത്തത്തിലെ മൊഴിപ്പകർപ്പിനെ എങ്ങനെ വിലയിരുത്താം, എങ്ങനെ വ്യാഖ്യാനിക്കാം? പ്രതിപക്ഷം ഒരു പടി കൂടി കടന്ന് വിമർശനം ശക്തമാക്കുന്നതിനിടെ സുഹൈല, ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട മൊഴി പകർപ്പുകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ മൊഴിപ്പകർപ്പിൽ ഉള്ളത്. ഒന്ന്, PV അൻവറുമായി ഈ നടത്തിയ കൂടിക്കാഴ്ച, വലിയ ആരോപണം, പ്രധാനമായും ഈ സ്വത്ത് സമ്പാദന ആരോപണം ADGP MR അജിത് കുമാറിനെതിരെ കൊണ്ടുവന്നത് PV അൻവറാണ്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് PV അൻവറുമായി തിരുവനന്തപുരം പട്ടത്തെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ഈ മൊഴിയിൽ പ്രധാനമായും പറയുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയുള്ള ഒരു ആരോപണം കൂടിയാണ് എന്നുള്ളത് നമുക്ക് എടുത്ത് പറയേണ്ടി വരും. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായും ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ ചില ഉന്നത ഉദ്യോഗസ്ഥരും പോലീസിലെ ചില ഉന്നതരും തനിക്കെതിരായി വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടത്തുന്നു, അനധികൃതമായി ചില രേഖകൾ ഉൾപ്പെടെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന തരത്തിലുള്ള ചില മൊഴിയും ഈ പുറത്തു വന്ന മൊഴിപ്പകർപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ, ഏകദേശം 3.5 കോടി രൂപയുടെ ഒരു വീട് നിർമ്മാണമാണ് കവടിയാറിൽ നടക്കുന്നത്. ഇത് തൻ്റെ ഭാര്യ പിതാവ് നൽകിയ ഭൂമിയിലാണ്. അത് കൃത്യമായി തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു ഫ്ളാറ്റ് കച്ചവടം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫ്ളാറ്റ് വാങ്ങിയതും വിറ്റതുമെല്ലാം തന്നെ കൃത്യമായി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മൊഴിയിൽ പറയുന്നത്. അതേസമയം ഷാജൻ സ്കറിയ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇത്. MR അജിത് കുമാർ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് PV അൻവർ ഈ കൂടിക്കാഴ്ചയെ സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യ നാൾ മുതൽ പറയുന്ന ചില ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ചില ഉപജാപക സംഘങ്ങളാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. അത് ശരിവെക്കുന്ന ഇടപെടലാണ് വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ADGP MR അജിത് കുമാറിനെതിരെ അല്ലെങ്കിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് വിജിലൻസ് നൽകിയിരുന്നത് സർക്കാരിന്. ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല. പ്രാഥമികമായ ചില കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് വിജിലൻസ് ചെയ്തത്. അല്ലാതെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്നലെ ഈ റിപ്പോർട്ട് തള്ളിയത്. സുഹൈൽ, തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കൊക്കെ പഴി മറ്റു പോലീസുകാർക്കെതിരെയാണ്, PV അൻവറിനെതിരെയാണ്. എന്തായാലും സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതി തള്ളിയിരുന്നു.